ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ദുബായിലെ ചർച്ച മാധ്യമ സൃഷ്ടി, പറയാനുള്ളത് പാർട്ടി നേതൃത്വത്തോട് പറയും. സിപിഐഎമ്മിലേക്കെന്ന അഭ്യൂഹങ്ങൾ തള്ളി ശശി തരൂർ. സിപിഐഎമ്മിലേക്കെന്ന അഭ്യൂഹങ്ങൾ തള്ളി ഡോക്ടർ ശശി തരൂർ എം പി. ദുബായിലെ ചർച്ച മാധ്യമ സൃഷ്ടിയാണ്, പറയാനുള്ളത് പാർട്ടി നേതൃത്വത്തോട് പറയും. കോൺഗ്രസുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന ചോദ്യത്തോട് സമയം വരുമ്പോൾ സംസാരിക്കാമെന്നും ശശി തരൂർ പറഞ്ഞു. അതിനുള്ള അവസരം വരുമെന്നാണ് വിശ്വാസമെന്നും ഡോക്ടർ ശശി തരൂർ പ്രതികരിച്ചു. ദുബായിൽ നിന്നും ഡൽഹിയിലെത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു തരൂർ. പയ്യന്നൂരിൽ അനുനയ നീക്കവുമായി പി ജയരാജൻ വി കുഞ്ഞികൃഷ്ണന് അനുകൂലമായി പ്രകടനം നടത്തിയ പ്രസന്നന്റെ വീട്ടിലെത്തി. പയ്യന്നൂരിൽ അനുനയ നീക്കവുമായി ജില്ലയിലെ മുതിർന്ന സിപിഐഎം നേതാവ് പി ജയരാജൻ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പാരോപണം ഉന്നയിച്ച മുൻ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണന് അനുകൂലമായി പ്രകടനം നടത്തിയ പ്രസന്നന്റെ വീട്ടിലെത്തി. പ്രസന്നന്റെ ബൈക്ക് കത്തിയ നിലയിൽ കണ്ടെത്തിയിരുന്നു. കുഞ്ഞികൃഷ്ണൻ അനുകൂലികളെ അനുനയിപ്പിക്കുവാനാണ് സന്ദർശനം എന്നാണ് സൂചന. അനുകൂലികളുടെ പ്രകടനത്തിന് നേതൃത്വം നൽകിയതും പ്രസന്നനായിരുന്നു. വി കുഞ്ഞികൃഷ്ണന്റെ സഹോദരൻ വി നാരായണന്റെ വീട്ടിലും പി ജയരാജൻ സന്ദർശനം നടത്തി. ഏരിയ സെക്രട്ടറി പി സന്തോഷ്, നഗരസഭാ ചെയർമാനും ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയുമായ സരിൻ ശശിയും പി ജയരാജന് മുൻപ് പ്രസന്നനെ സന്ദർശിച്ചിരുന്നു. ഞെട്ടിച്ച് അർജിത് സിംഗ്, പിന്നണി ഗാനാലാപന രംഗത്ത് നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. പിന്നണി ഗാനരംഗത്ത് നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച പ്രശസ്ത ബോളിവുഡ് ഗായകൻ അർജിത് സിംഗ് ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് പ്രഖ്യാപനം. വർഷങ്ങളോളം തനിക്ക് നൽകിയ പിന്തുണയ്ക്കും സ്നേഹത്തിനും നന്ദി അറിയിച്ചു. 38-ാം വയസ്സിലാണ് സംഗീത ലോകത്തെയും ആരാധകരെയും അമ്പരപ്പിച്ച വിരമിക്കൽ പ്രഖ്യാപനം. പിന്നണി ഗാനരംഗത്ത് നിന്നും മാത്രമുള്ള പിന്മാറ്റമാണെന്നും സംഗീത മേഖലയിൽ തുടരുമെന്നും അർജിത് സിംഗ് വ്യക്തമാക്കി. സ്വതന്ത്ര മ്യൂസിക്കുമായി അർജിത് തുടരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ മൂന്നാമത്തെ പരാതിക്കാരിയുമായി യാതൊരു ബന്ധവുമില്ല, വിശദീകരണവുമായി റിനി ആൻഡ് ജോർജ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ മൂന്നാമത്തെ പരാതിക്കാരിയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് നടി റിനി ആൻഡ് ജോർജ്. തന്റെ പേര് അവർ വ്യക്തിപരമായ സംഭാഷണങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയില്ലെന്നും റിനിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇന്ന് എന്റെ ഫോട്ടോയും പേരും ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം എനിക്ക് മൂന്നാമത്തെ പരാതിക്കാരിയുമായി വ്യക്തിപരമായി ഒരു പരിചയവുമില്ല. ഇന്ന് ഈ നിമിഷം വരെ അവരുമായി ഞാൻ സംസാരിക്കുകയോ സന്ദേശങ്ങൾ അയക്കുകയോ മറ്റൊരു വിധത്തിലും കോൺടാക്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല. ആരെങ്കിലും അവരുടെ വ്യക്തിപരമായ സംഭാഷണങ്ങളിൽ എന്റെ പേര് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതിൽ എനിക്ക് വ്യക്തതയില്ല. അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൽ ഉത്തരവാദിത്വവുമില്ല, റിനി കുറിച്ചു. കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തലിന് പിന്നിൽ ഒരു ഉന്നത നേതാവ്. രക്തസാക്ഷി ഫണ്ട് വിവാദം പാർട്ടിക്കകത്ത് ഒതുങ്ങില്ല. പയ്യന്നൂരിലെ ഫണ്ട് തട്ടിപ്പ് വിവാദം സംസ്ഥാനത്താകമാനം കത്തിപ്പടരുകയാണ്. രക്തസാക്ഷി കുടുംബ സഹായ ഫണ്ട് ഉൾപ്പെടെ വെട്ടിച്ച നേതാക്കൾക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിന് പകരം പരാതി ഉന്നയിച്ചയാളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതിനെതിരെയാണ് പ്രതിഷേധം കനക്കുന്നത്. ഫണ്ട് വിവാദം തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ സിറ്റിംഗ് എംഎൽഎക്കെതിരെ ഗൌരവതരമായ ആരോപണം ഉയർന്നതിൽ ഉന്നത നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. ജില്ലാ കമ്മിറ്റി അംഗമായ വി കുഞ്ഞികൃഷ്ണൻ ഒരു ഉന്നത നേതാവിന്റെ പിന്തുണയിലാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടതെന്നാണ് സംശയം. പാർട്ടിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ ശക്തമായ നീക്കം നടത്തുവാനാണ് ഈ നേതാവിന്റെ ശ്രമം. തിരഞ്ഞെടുപ്പ് കാലത്ത് ആരോപണമുയർന്നാൽ പാർട്ടി കൂടുതൽ പ്രതിരോധത്തിലാകും. നേതൃത്വം ഗൌരവത്തോടെ ഇത്തരം വിഷയങ്ങളെ ഏറ്റെടുക്കുവാനുള്ള മാർഗം ഇതുമാത്രമാണെന്നാണ് ഈ നേതാവ് ലക്ഷ്യമിടുന്നത്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടി നഷ്ടപരിഹാരം നൽകിക്കൂടെ? ആസിഡ് ആക്രമണങ്ങളിൽ അസാധാരണ ശിക്ഷ നടപടികൾ വേണമെന്ന് സുപ്രീംകോടതി. ആസിഡ് ആക്രമണ കേസുകളിൽ അസാധാരണ ശിക്ഷാ നടപടികൾ വേണമെന്ന് സുപ്രീംകോടതി. ഇരകൾക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചു. അക്രമിയുടെ സ്വത്ത് കണ്ടുകെട്ടി നഷ്ടപരിഹാരം നൽകിക്കൂടെയെന്ന് ചീഫ് ജസ്റ്റിസ് ചോദിച്ചു. നിയമത്തിനതീതമായ അസാധാരണ ശിക്ഷാ നടപടികൾ വേണം. നിയമനിർമ്മാണം ആവശ്യമെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു. 2009 ആസിഡ് ആക്രമണത്തിനിരയായ ഷഹീൻ മാലിക് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ. 16 വർഷമായി താൻ നീതിക്കായി പോരാടുകയാണെന്നും എന്നാൽ കീഴ്ക്കോടതി എല്ലാ പ്രതികളെയും വെറുതെ വിട്ടുവെന്നും ഷഹീൻ കോടതിയെ അറിയിച്ചു. ഹൈക്കോടതിയിൽ കേസ് വാദിക്കുവാൻ ഏറ്റവും മികച്ച അഭിഭാഷകനെ ഉറപ്പാക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് അവർക്ക് ഉറപ്പു നൽകി.
സമസ്തയിൽ ഭിന്നത സൃഷ്ടിച്ച് മുതലെടുപ്പിന്റെ ശ്രമം, ലീഗ് തീക്കൊള്ളിക്കൊണ്ട് തലചൊറിയരുത്, നൌഷാദ് തിക്കൊടി. ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് താൽപര്യങ്ങൾക്കനുസൃതമായി സമസ്തയിൽ ഭിന്നതയുണ്ടാക്കി മുതലെടുപ്പിന് ശ്രമിക്കുന്ന മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിന്റെ നീക്കം തീക്കൊള്ളികൊണ്ട് തലചൊറിയലാണെന്നും ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ കനത്ത വില നൽകേണ്ടിവരുമെന്നും PDP സംസ്ഥാന ജനറൽ സെക്രട്ടറി നൌഷാദ് തിക്കൊടി മുന്നറിയിപ്പ് നൽകി. സമസ്തയുടെ മുഷാവറ അംഗം മുക്കം ഉമ്മർ ഫൈസിയെ കായികമായി നേരിടുമെന്ന ലീഗ് നേതാവ് ഷാഫി ചാലിയത്തിന്റെ ഭീഷണി കേരള സുന്നി സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ്. സുന്നി പിളർപ്പിന്റെ പശ്ചാത്തലത്തിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ ലീഗ് വേട്ടയാടിയതും സുന്നി പണ്ഡിതന്മാരെ ഉൾപ്പെടെ തലയിൽ ഇരുമ്പ് കമ്പി അടിച്ചിറക്കി കൊലപ്പെടുത്തിയതും കേരളീയ സുന്നി സമൂഹം മറന്നിട്ടില്ല. അന്ന് കാന്തപുരം ഉസ്താദിന്റെ കൈവെട്ടുവാൻ നടന്നവർ ഇന്ന് കാന്തപുരം ഉസ്താദിന്റെ കൈ മുത്താൻ ലീഗ് നേതാക്കൾ മത്സരിക്കുകയാണ്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.